LDF ക്യാമ്പിൽ പൊതുവെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ നാളുകൾ അടുത്ത് വരികയാണ്. ഈ അവസരത്തിൽ പല പ്രധാനപ്പെട്ട LDF കേന്ദ്രങ്ങൾ പോലും CPM കേന്ദ്രങ്ങൾ പോലും കൈവിട്ടു പോകുമോ എന്നാണൊരു സംശയം. ഇപ്പോൾ തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും തൃക്കരിപ്പൂര് എന്നിവിടങ്ങളിൽ പോലും നഷ്ടം സംഭവിക്കുമോ എന്നാണ് CPMൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ നിൽക്കുന്നത്. അത് അസ്ഥാനത്തല്ലല്ലോ. ഒരിക്കലും അസ്ഥാനത്തല്ല. കാരണം നമ്മൾ കൗരവപ്പട പാണ്ഡവപ്പട എന്നൊക്കെ പറയുമ്പോഴേ ആ പടയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പടയ്ക്ക് ആര് ക്യാപ്റ്റൻ, അതിൻ്റെ രണ്ടാം നിര ആര്, മൂന്നാം നിര ആര്, കാലാൾപ്പട ആര്, ഇതൊക്കെ പ്രധാനമാണ്. CPMന് അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു. CPMൻ്റെ ജനറൽ സെക്രട്ടറി മാത്രമല്ല CPMൻ്റെ ഇലക്ഷൻ നയിക്കുന്നത്. CPMൻ്റെ ഇലക്ഷൻ നയിക്കുന്നത് ജില്ലാ കമ്മിറ്റിയും അല്ല. CPMൻ്റെ ഇലക്ഷൻ നയിക്കുന്നത് ലോക്കൽ കമ്മിറ്റികളാണ്. ലോക്കൽ കമ്മിറ്റിയിലെ നല്ല ചുറുചുറുക്കുള്ള പിള്ളേർ ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് നല്ല തഴക്കവും പഴക്കവും വന്ന കുറേ പേരെ ഏരിയ കമ്മിറ്റിയിലും കൊണ്ടിടും. ആ വിഭാഗവും കൂടെ ചേർന്ന് ഒരു കളി നടത്തും. അത് കേന്ദ്രത്തിൻ്റെ AK സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശമൊന്നും വേണ്ട. അവർക്കറിയാം ലോക്കലി എങ്ങനെ കളിക്കണം, എത്ര വോട്ട് ഇന്നടത്ത് കുറവ് വരും, അതെങ്ങനെ മറ്റേടത്ത് പരിഹരിക്കണം, അതിനെന്ത് തന്ത്രം പ്രയോഗിക്കണം, ആരെ കാണണം, ഇതൊക്കെ ഏരിയ സെക്രട്ടറിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും നല്ലപോലെ അറിയായിരിക്കും. പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടും ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും എടുക്കുന്നവൻ നല്ല കാലാൾപ്പട പോലെ കിടന്ന് ഓടുന്നവരായിരിക്കും. നിൽക്കാൻ സമ്മതിക്കില്ല. പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും ഇലക്ഷൻ സമയത്ത്. ഇപ്പം ആ സാധനമൊക്കെ പോയി. അതായത് സിസ്റ്റം ഫെയിലിയർ സർക്കാരിൽ വന്നില്ലേ, അതേ ഫെയിലിയർ പാർട്ടിയിലും വന്നു. എങ്ങനെയാണ് സിസ്റ്റം ഫെയിലിയർ സർക്കാരിൽ വന്നത്? ചീഫ് സെക്രട്ടറി, വിവിധ സെക്രട്ടറിമാർ, അവരുടെ താഴെ കളക്ടർമാർ, വകുപ്പുകൾ, വിവിധ വകുപ്പുകൾ, അവരുടെ കീഴെ ചെറിയ ഓഫീസർമാർ, ഡിസ്ട്രിക്റ്റ് ഓഫീസ്, ലോക്കൽ ഓഫീസ്, ഇതെല്ലാം ഒരു നെറ്റ്വർക്കായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടി വന്നപ്പോൾ അങ്ങ് പോയി. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ ആരെങ്കിലും ഇരുന്ന് കോഴിക്കോടത്തെ അല്ലെ കണ്ണൂരിലെ ഒരു യൂണിറ്റ് ചീഫിനെ വിളിച്ച് പറയും, അവിടെ ഇന്നത് ചെയ്തേക്കണം കേട്ടോ, നിങ്ങളെക്കുറിച്ച് ഇന്ന പരാതിയൊന്നുമില്ല, ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. അവിടെ ഈ നിർദ്ദേശം അനുസരിച്ച് പലതും ചെയ്യും. അവസാനം അവിടെ കുളമാവും. കാരണം 10,000 ഡോക്ടർമാരെ നമ്മൾ സർക്കാർ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. DHS എന്നും DMO എന്നും യൂണിറ്റ് ചീഫ് എന്നും സൂപ്രണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ഡോക്ടർമാരെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും. ഇവരെ മറികടന്നുകൊണ്ട് ഒരുത്തൻ എവിടുന്നോ ഒരു സഖാവ് പറഞ്ഞതിൻ്റെ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇതാണ് പിന്നെ ഓരോ വകുപ്പിലും പറ്റിയത്. പോലീസ് വകുപ്പിൽ ഇതുപോലെ തന്നെ. പോലീസ് വകുപ്പിൽ DGP, ജില്ലാ ഓഫീസർ, അതായത് കമ്മീഷണർ അല്ലെങ്കിൽ സൂപ്രണ്ട്, പിന്നെ SHO, ഈ 3 പേരൊരു ലിങ്കായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ, അതായത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി, ഇടയ്ക്ക് വേറെ ഒന്നിനും പാടില്ല. ഇവർ കറക്റ്റായിട്ട് പ്രവർത്തിച്ചാൽ സംഗതി കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ ലോക്കൽ ലെവലിലെ സ്റ്റേഷനിലെ ഏട്ട് കുട്ടൻപിള്ളയ്ക്കും, നേടില്ല ഞാൻ പറയുകയാണ്, ഏട്ട് കുട്ടൻപിള്ളയ്ക്കും കാര്യം അറിയാം, എവിടെയാണ് കുഴപ്പമുള്ളത്. അപ്പോഴേ ചെല്ലും, പൊക്കും, കാര്യം തീരും. ഇതിപ്പോൾ അതല്ല. ഇവർ SHO ഒരു സ്ഥലത്തെത്തി പൊക്കാൻ പോകുമ്പം ഉടനെ തന്നെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു പ്യൂണിൻ്റെ ആയിരിക്കും നിർദ്ദേശം വരും മന്ത്രി ഓഫീസിൽ നിന്ന്, അയാളെ വിട്ടേക്കാൻ. അയാളെ വിടും. അയാൾ അതിനപ്പുറം കൊലപാതകം നടത്തി ഗുണ്ടായുസം നടത്തിയിട്ട് വരും. അങ്ങനെ പല വകുപ്പുകളിലും ഈ സിസ്റ്റം ഫെയിലിയർ വന്നു. നമ്മൾ ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത്, കാറ് ഇഗ്നേഷൻ കൊടുക്കുമ്പോഴേ, ഇഗ്നേഷൻ കൊടുത്താൽ ഉടനെ പെട്രോൾ കത്തണം, എന്നിട്ടത് എൻജിനിൽ വർക്ക് ചെയ്യണം, അങ്ങനെ എൻജിൻ കറങ്ങണം, ആക്സിലേഷൻ പിന്നെ ആക്സിൽ വർക്ക് ചെയ്യണം, ആക്സിൽ വന്ന് വീലിലോട്ട് വരണം, വീല് വന്ന് കറങ്ങണം. ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ബ്രേക്ക് വന്നാൽ ഡ്രൈവർ സ്റ്റിയറിംഗ് പിടിച്ച് ഇഗ്നേഷൻ കൊടുക്കുന്നതിന് പകരം ടയർ ഉരുട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രയോജനമുണ്ട്. വണ്ടി കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? 4 ഡ്രൈവർമാർ ടയർ ഇട്ട് ഉരുട്ടുകയാണ്. എന്നിട്ട് എങ്ങനെ വണ്ടി പോകാൻ? വണ്ടി ഇങ്ങനെ തക്കോന്ന് പറഞ്ഞ് പോകും. ചിലപ്പോൾ ബ്രേക്ക് പിടിക്കേണ്ടിടത്ത് ബ്രേക്ക് പിടിക്കാൻ പറ്റാതെ കൊക്കേ ചെന്ന് വീഴും. പല പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇത് അറിയാതെ കുറേ തള്ളുമ്പോൾ അറിയാതെ ഇത് സ്റ്റാർട്ടായി ഭയങ്കര സ്പീഡിൽ പോയി എവിടെയെങ്കിലും ഇടിച്ചെന്ന് വരും. സിസ്റ്റം ഫെയിലിയർ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ സിസ്റ്റം ഫെയിലിയർ ഉണ്ടായത്. സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ ടോപ്പ് AK സെൻട്രലിലായാലും പാർട്ടി സെക്രട്ടേറിയറ്റ്, സെൻട്രൽ കമ്മിറ്റി, പിന്നെ സംസ്ഥാന കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ജില്ലാ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുന്നു. ജില്ലാ കമ്മിറ്റിയും ഒരു പരിധി കഴിഞ്ഞൊന്നും ചെയ്യാറില്ല. അതെല്ലാം ഏരിയ ലോക്കൽ കമ്മിറ്റികൾ ഭംഗിയായിട്ട് നടപ്പിലാക്കുമായിരുന്നു. ഇപ്പം അതെല്ലാം പോയി.
ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരൊക്കെ വെച്ചു. ഇതാണ് ജി സുധാകരൻ പറഞ്ഞത്. പാർട്ടിയിൽ മാഫിയകൾ കടന്നുകൂടിയിരിക്കുന്നു, രാഷ്ട്രീയ മാഫിയകൾ കടന്നുകൂടിയിരിക്കുന്നു. അവിടെയാണ് അപകടം പറ്റിയിരിക്കുന്നത്. ഈ അപകടത്തിലാണ് പാർട്ടി ഇന്ന് വെട്ടിലായി നിൽക്കുന്നത്. പലയിടത്തും പാർട്ടി വലിയ കണക്കൊക്കെ കൊടുത്തു, നമ്മൾ 90 സീറ്റിൽ മത്സരിക്കും. പാർട്ടിക്കാർക്ക് തന്നെ വിശ്വാസമില്ല, സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും വിശ്വാസമില്ല. ഈ പൊട്ടന്മാർ തന്ന കണക്ക് എങ്ങനെയിരിക്കും എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് അവർക്ക് വിഷമം വരാതിരിക്കുന്നത്? ഇത് വിഷമത്തിലായി 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പിന്നെ സിസ്റ്റം ഫെയിലിയർ വന്ന പോലെ പാർട്ടിക്കകത്തും സിസ്റ്റം ഫെയിലിയർ വന്നുപോയി. ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇനി വലിയ പാടാണ്. ഇതാണ് പാർട്ടിയിലെ മുതിർന്നവരെയും താഴെയുള്ളവരെയും അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ആര് പരിഹരിക്കും? ഇത് പരിഹരിക്കാത്തടത്തോളം കാലം നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ പിന്നെ പേരാമ്പ്ര കിട്ടുമോ, അല്ലെങ്കിൽ തളിപ്പറമ്പ് കിട്ടുമോ, പിന്നെ അമ്പലപ്പുഴ കിട്ടുമോ എന്നൊക്കെ ഭയക്കേണ്ടിയിരിക്കുന്നു. മറ്റേത് അങ്ങനെയല്ല. അമ്പലപ്പുഴ സഖാക്കൾ വിചാരിച്ചാൽ മതി, ജി സുധാകരൻ തോറ്റെന്ന് ഉറപ്പാക്കിയിരിക്കും. ഇപ്പം സഖാക്കൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ സഖാക്കൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഈ മിഷൻ ചലിപ്പിക്കാൻ അറിയണമല്ലോ, അതറിയില്ല. 1000 വോട്ട് അവിടെ ഉണ്ട്, അതെങ്ങനെ എൻ്റെ പാർട്ടിയുടെ പെട്ടിലാക്കണമെന്ന് ഈ ഇപ്പോൾ ഇരിക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് അറിഞ്ഞൂടാ. കാരണം ഇയാൾ പണി വേറെയായിരുന്നു. മണൽ മാഫിയയിൽ ഇരുന്നവനാണ് ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ പ്രവർത്തനം നടത്തി വരുന്നവരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അവർക്ക് മറ്റേ പണി അറിയാവൂ, ആടിച്ച് നിരത്താൻ. മോളിൽ നിന്നൊരു നിർദ്ദേശം വന്നാൽ മതി, അടിച്ച് നിരത്തിയേക്കെന്ന് പറഞ്ഞാൽ ആടിച്ച് നിരത്തി ചെപ്പക്കുറ്റി തിരിച്ചു വിടും. വെട്ടി 2 തുണ്ടാക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പക്ഷേ വോട്ട് പിടിക്കേണ്ട തന്ത്രം അറിയണമെങ്കിൽ പഴയ സഖാക്കൾ വേണം. എനിക്കറിയാം, നമ്മുടെയൊക്കെ അവിടെ ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയില്ല അവരെയൊന്നും. പക്ഷെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അയാളുടെ ആ ഇരുത്തവും വർത്തമാനവും കാര്യങ്ങളും. ഒരു ലെറ്റർ 87 ഞാനൊരു ലെറ്ററിന് ചെന്നു, പാർട്ടിയുടെ ഒരു ലെറ്റർ വേണമായിരുന്നു. അപ്പോൾ പാർട്ടി ലെറ്റർ അറിയാമല്ലോ, LC ബ്രാഞ്ചിൽ നിന്ന് LC ഏരിയ ജില്ലാ കമ്മിറ്റി വഴി നേരെയാണ് പിന്നെ കടന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ, ചിലപ്പോൾ സംസ്ഥാന കമ്മിറ്റി, ചിലപ്പം ജില്ലാ കമ്മിറ്റി നേരിട്ടാണ് മന്ത്രി ഓഫീസിലൊക്കെ എത്തുന്നത്. അല്ലാതെ നമ്മുടെ തന്നയക്കുന്നുമില്ല. ആ ഒരു കത്തിന് ഒരു വളരെ വേണ്ടപ്പെട്ട, വളരെ അത്യാവശ്യമുള്ള നിയമ പ്രശ്നങ്ങളിൽ ശരിയെന്നുള്ള ഒരു കേസിന് പോയിട്ട് തന്നെ ആ ഒരു ഏരിയ സെക്രട്ടറി അതിനെ അങ്ങനെ യാതൊരു വിദ്യാഭ്യാസവും ഇല്ല. വിദ്യാഭ്യാസം പറഞ്ഞാൽ കൂടി പോയ 10ാം ക്ലാസ് ആയിരിക്കും. പക്ഷെ ആ പേപ്പറിനെ എടുത്ത് വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന് പറയേണ്ട മറുപടികൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനത്തെ ഒരു ഏരിയ സെക്രട്ടറി പോലും ഇന്ന് ഇവിടെയെങ്കിലും ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ മൗനം എന്ന് പറയുന്നത് അർത്ഥഗർഭമാണ്. നമ്മുടെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുപാട് കേഡറുകൾ ഇതിനകത്ത് വന്ന് കയറിയിരിക്കുന്നു, മാഫിയകൾ ഇതിനകത്ത് വന്ന് കയറിയിരിക്കുന്നു. ഇവർക്ക് വെട്ടാനും കുത്താനും മാത്രമേ അറിയാവൂ. ഇലക്ഷൻ സമയത്ത് പണ്ട് നമ്മുടെ സിസ്റ്റം ചലിപ്പിച്ചിരുന്ന പോലെ ഇപ്പോൾ ചലിപ്പിക്കാൻ പലർക്കും അറിയില്ല എന്നുള്ളത് വെളിയിൽ വരാൻ പോകുന്ന സത്യമാണ്. ഇത് ഭയന്നാണ് പലരും വിഷമിച്ചിരിക്കുന്നത്. ഏതോ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു, AK സെൻറ്ററിൽ നിന്ന് ലോറിയിൽ സാധനങ്ങളൊക്കെ പിന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് ലോറിയിൽ സാധനങ്ങളൊക്കെ മാറ്റി AK സെൻറ്ററിലെ ചില റെസിഡൻസുകളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ കേട്ടു. അപ്പോൾ ഏതാണ്ട് തയ്യാറെടുത്തു എന്നാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. ശരിയാണോ തെറ്റാന്ന് എനിക്കല്ല, ഞാൻ ഒരു മാധ്യമം കണ്ട വാർത്തയാണ്. ഇങ്ങനെ ലോറി കണക്കിന് സാധനങ്ങൾ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അശുഭകരമായ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. ഇത് കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇനി പാർട്ടിയിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും എല്ലാവരും മൃതപ്രായരായി. അവസാനം ഞാൻ കണ്ടിരുന്നത് ജി സുധാകരനെയാണ്. അദ്ദേഹം പോലും ഇപ്പം UDFൻ്റെ MLA ആയിട്ട് ചിലപ്പോൾ മന്ത്രിയായിട്ടൊക്കെ വന്നാൽ അത്ഭുതപ്പെടേണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.